അസ്സലാമു അലൈക്കും. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ഏതൊരു ഗോത്രത്തിലേക്കും സമൂഹത്തിലേക്കും ധാരാളം പ്രവാചകന്മാർ വന്നതായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം അവരുടെ ഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ്. അതായത് നിങ്ങളെ സൃഷ്ടിച്ച, ഈ ലോകം സൃഷ്ടിച്ച, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം ഏകനാണെന്നും അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന അടിസ്ഥാന സന്ദേശം എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. ഈസാ നബിക്ക് അവതരിച്ച ഇഞ്ചീലിൻ്റെ യഥാർത്ഥ ഭാഷയായ ഇബ്രു ഭാഷയിൽ അള്ളാഹുവിന്, ദൈവത്തിന് എലോഹിം എന്നാണ് പറയുക. ഇത് അള്ളാഹുവിൻ്റെ അൽ ഇലാഹി എന്ന നാമത്തോട് വളരെയധികം സാദൃശ്യമുണ്ട്. അൽ ഇലാഹി എന്ന നാമത്തിൽ നിന്നാണ് അള്ളാഹു എന്ന നാമം ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അൽ ഇലാഹി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പ്രാചീന അറബികൾ പോലും, അതായത് മുസ്ലിങ്ങളല്ലാത്ത അള്ളാഹുവിനോട് കൂടെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പോലും അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിച്ച, എല്ലാം നിയന്ത്രിക്കുന്ന ഏകനായ ദൈവം എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും മഹത്തായ നാമങ്ങളിൽ ഒന്നാണ് അള്ളാഹു എന്ന നാമം. ഖുർആനിലെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച നാമവും ഇത് തന്നെയാണ്, 2697 തവണ. ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തായ ആയത്ത് കുർസി ആരംഭിക്കുന്നതും അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. നിങ്ങൾ പ്രയാസഘട്ടത്തിൽ അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമെന്നാണ്.